നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ കേരളത്തിന്റെ സമരസ്മരണകളിലെ കെടാത്ത നക്ഷത്രം VS അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. അന്ത്യം തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. VSനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് 3 ദിവസത്തെ ദുഃഖാചരണത്തിനൊപ്പം ചൊവ്വാഴ്ച പൊതു അവധിയും പ്രഖ്യാപിച്ചു. സുപ്രീം കോടതിയുടെ നിരോധന ഉത്തരവ് നീക്കാൻ നടപടി സ്വീകരിക്കാതെ CHR പ്രദേശത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് പട്ടയം നൽകുമെന്ന റവന്യൂ മന്ത്രിയുടെ പ്രഖ്യാപനം ജനവഞ്ചനയെന്ന DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. മേഖലയിലെ പട്ടയ വിതരണം കോടതി തടഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ അതിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. പട്ടയ വിതരണത്തിന് നിലവിലുള്ള നിയമ തടസ്സങ്ങൾ ഒഴിവാക്കുകയാണ് മന്ത്രി ആദ്യം ചെയ്യേണ്ടതെന്നും ബിജോ മാണി. തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ PC ജോർജിനെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ പരാതിക്കാരൻ തൊടുപുഴയിലെത്തി പോലീസിന് മൊഴി നൽകി. മൊഴി നൽകിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ST അനീഷ് കാട്ടാക്കട. PC ജോർജിനെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത് തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ഇടുക്കിയിൽ വീണ്ടും വൻ മരം കൊള്ള. ശാന്തൻപാറയിൽ ഏലമലക്കാടുകളിൽ നിന്ന് നിരവധി മരങ്ങൾ പിഴുതുമാറ്റി. പ്രദേശത്ത് മഴവെള്ള സംഭരണത്തിന്റെ പേരിൽ വൻ കുഴികൾ നിർമ്മിച്ചിരിക്കുന്നത് മണ്ണിടിച്ചിൽ സാധ്യതയും ഉയർത്തുന്നു. വിശദമായ വാർത്തകൾ. രാഷ്ട്രീയ കേരളത്തിന്റെ സമരസ്മരണകളിലെ കെടാത്ത നക്ഷത്രം VS അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. ബുധനാഴ്ച ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടത്തും. VSനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് 3 ദിവസത്തെ ദുഃഖാചരണത്തിനൊപ്പം ചൊവ്വാഴ്ച പൊതു അവധിയും പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പുന്നപ്ര വയലാർ സമരനായകനുമായി. ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി. ഒരു വ്യാഴവട്ടത്തോളം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി. പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VSന് വിട. 101 വയസ്സിലായിരുന്നു പോരാട്ടങ്ങൾ രാഗിമിനുക്കിയ ആ ജ്വലിക്കുന്ന ജീവിതത്തിന് തിരശീല വിടത. മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ ശേഷം വാർദ്ധക്യ സഹജമായ അവശതകളുമായി വിശ്രമ ജീവിതം നയിച്ചുവന്ന VSനെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ജൂൺ 23-നാണ് തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:20 അന്ത്യം. ഭാര്യ വസുമതിയും മക്കളായ VA അരുൺകുമാറും VV ആശയും മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങിയവരും മന്ത്രിമാരും പാർട്ടി നേതാക്കളും SUT ആശുപത്രിയിൽ എത്തി VSനെ സന്ദർശിച്ചിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിനായി മൃതദേഹം കൊണ്ടുപോകും. ഉച്ചയ്ക്ക് ശേഷം ദേശീയപാത വഴി ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുപോകാനാണ് തീരുമാനം. ബുധനാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ച പൊതുദർശനത്തിന് അനുവദിക്കും. ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടക്കും. VSനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് 3 ദിവസത്തെ ദുഃഖാചരണത്തിനൊപ്പം ചൊവ്വാഴ്ച പൊതു അവധിയും പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തിലെ ഇതിഹാസമായിരുന്നു VS അച്യുതാനന്ദൻ എന്ന് മുതിർന്ന CPM നേതാവ് M. മണി MLA. വേറിട്ട ആയിരക്കണക്കിന് പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ പോരാളിയായിരുന്നു VS. അധ്വാനിക്കുന്ന ജനങ്ങളോടൊപ്പം നിന്ന സമരനായകനാണ് VS അച്യുതാനന്ദൻ എന്നും M. മണി അനുസ്മരിച്ചു. VS അച്യുതാനന്ദൻ നമ്മെ വിട്ടുപിരിഞ്ഞത് അങ്ങേറ്റം വേദനയോടുകൂടിയാണ് ശ്രമിച്ചത്. ദീർഘനാളുകളായി അദ്ദേഹം ചികിത്സയിലും രോഗശയ്യയിലായിരുന്നു. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണത്തിന് മഹത്തായ സംഭാവന നൽകിയ വേറിട്ട ആയിരക്കണക്കിന് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പോരാളിയായിരുന്നു VS എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. അദ്ദേഹം എന്നും അധ്വാനിക്കുന്ന ജനതയോടൊപ്പം കർഷക തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, കൃഷിക്കാർ, അങ്ങനെ അധ്വാനിക്കുന്ന ജനതയോടൊപ്പം എക്കാലവും നിലകൊണ്ടിട്ടുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. സഹാബ് ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ജീവിച്ചിരിക്കുന്നതിലെ വലിയ ഇതിഹാസമായിരുന്നു. അദ്ദേഹം വിട്ടുപിരിഞ്ഞതിൽ അഗാധമായ ദുഃഖമുണ്ട്. ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. VS എന്നും തൊഴിലാളി രംഗത്തെ പോരാളിയായിരുന്നുവെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. നിയമസഭയിൽ അതിശക്തമായി വിഷയങ്ങൾ ഉന്നയിച്ചു. മുഖ്യമന്ത്രി എന്ന നിലയിൽ മികച്ച പോരാട്ടം നടത്തി. മുന്നണി മാറിയപ്പോഴും വ്യക്തിബന്ധം എന്നും കാത്തുസൂക്ഷിച്ചു.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കേരളത്തിനും നികത്താനാകാത്ത വിടവാണ് VS-ന്റേതെന്നും PJ ജോസഫ് അനുസ്മരിച്ചു. ശ്രീ VS അച്യുതാനന്ദൻ അദ്ദേഹം എപ്പോഴും ഒരു പോരാട്ട രംഗത്തുള്ള ആളായിരുന്നു. വിപ്ലവവീരി അദ്ദേഹത്തിൻ്റെ ശരികളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. തൊഴിലാളി നേതാവ് എന്നുള്ള നിലയിൽ ആലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. പുന്നപ്ര വയലാർ മുതൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കും ഉയർന്നു വന്ന കാലം. 70-ൽ നിയമസഭയിൽ എത്തുമ്പോൾ അന്ന് അദ്ദേഹം അതിശക്തമായ രീതിയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യാൻ ഞാൻ ഓർക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ധീരമായ പോരാട്ടം നടത്തി. നമ്മളെല്ലാം നല്ല വാത്സല്യത്തോടുകൂടി കണ്ടിരുന്നു അദ്ദേഹം. അത് പക്ഷത്ത് നിന്നപ്പോഴും ഞാൻ LDF-ലായിരുന്നപ്പോഴും എല്ലാം വളരെ വ്യക്തിബന്ധം പുലർത്തിയിരുന്നു. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്, സ്നേഹപൂർവ്വം പെരുമാറിയിട്ടുണ്ട്. നൂറ്റിരണ്ട് വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിട്ടുള്ളത് ഏത് സാഹചര്യത്തെയും മറികടക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം, അവസാനം വരെ നിയമസഭയിൽ വരുമ്പോഴെല്ലാം അദ്ദേഹം എപ്പോഴും സജീവമായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിനും ഇന്ത്യക്കും ഒരു തീരാ നഷ്ടമാണ്. VS-ൻ്റെ നിര്യാണത്തോടുകൂടി ആ തലമുറയിലെ ഏറ്റവും മുതിർന്ന നേതാവിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇഷ്ടപ്പെട്ടു, കേരളത്തിൽ നഷ്ടപ്പെട്ടു. അത് നികത്താനാവാത്തൊരു വിടവായി ഞാൻ കാണുകയാണ്. മൂന്നാറിലെ പെമ്പിള ഒരുമൈ സമരകാലത്തെ VS-ന്റെ സന്ദർശനം ഓർമ്മിച്ച് മുൻ നേതാവ് ഗോമതി. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളായ സ്ത്രീകൾ ഐതിഹാസിക സമരം നടത്തിയപ്പോൾ സമരപ്പന്തലിൽ VS എത്തി. അന്ന് മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെയെല്ലാം സമരക്കാർ അകറ്റി നിർത്തിയപ്പോഴും VS സമരപ്പന്തലിലെത്തി. പാർട്ടി വിലക്ക് ലംഘിച്ചായിരുന്നു സന്ദർശനം. ഓരോ തൊഴിലാളിയുടെയും ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിട്ട് ചോദിച്ചറിഞ്ഞു. VS-ന്റെ സന്ദർശനവും ഇടപെടലും വലിയ രീതിയിൽ ഗുണം ചെയ്തെന്നും ഗോമതി പറഞ്ഞു. സ്ത്രീകളുടെ കൂടെയാണ്, നിങ്ങളുടെ കൂടെയാണ്, നിങ്ങൾക്ക് ഒപ്പമാണ് ഞാൻ എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പൊ അതൊക്കെ അദ്ദേഹം സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ 9 മണി വരെ ഞങ്ങളുടെ കൂടെ ആ തണുപ്പത്ത് ഉണ്ടായിരുന്നു അദ്ദേഹം. രാത്രി സ്വട്ടറിട്ട് ആ തണുപ്പത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. പറ്റത്തില്ല. അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. അത്രയും പ്രായമായ ഒരു മനുഷ്യൻ ഞങ്ങളുടെ കൂടെ പാർട്ടിക്കാരെ എതിർത്തിട്ട് ഞങ്ങളുടെ കൂടെ സ്ത്രീകളുടെ കൂടെ ഒപ്പം വന്നിരുന്നത്, ഞങ്ങളുടെ കഷ്ടപ്പാടും ഞങ്ങളുടെ സങ്കടങ്ങളും എല്ലാ സ്ത്രീകളോടും സംസാരിച്ചു. ഓരോ സ്ത്രീകളെ വിളിച്ച് എന്താണ് അപ്പോഴാണ് ഇവർ മനസ്സിലാക്കണത്, ഞങ്ങൾ ഒരു ചെറിയ വീട്ടിലാണ്, സ്കൂളില്ല, കുട്ടികൾക്ക് ഞങ്ങൾക്ക് നല്ല ട്രീറ്റ്മെന്റ് ഇല്ല, ഞങ്ങൾ ചെറിയ വീട്ടിലാണ് എന്നൊക്കെ അപ്പോഴാണ് അദ്ദേഹം. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സമരം ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു കേൾക്കണത്, അതൊക്കെ നമുക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഒപ്പം അദ്ദേഹം ഇരുന്നത്. പിന്നെയാണ് നമ്മൾ ആ സമരത്തിന് അതിനുശേഷമാണ് ഇദ്ദേഹം ആരാണെന്ന് നമ്മൾ അറിഞ്ഞത്. പിന്നെ ഇദ്ദേഹത്തിനെ കാണാനും ആഗ്രഹം ഉണ്ടായിരുന്നു. സുഖമില്ലാണ്ടിരുന്നപ്പോൾ സുരേഷ് ഗോപി സാറ് എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഗോമതി നല്ല രാഷ്ട്രീയ നേതാവാണ്, ഞാൻ ഗോമതിയോട് ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു സാർ. BJP-യിലേക്ക് എന്നെ വിളിച്ചില്ല, പിന്നെ BJP-യിലേക്ക് വിളിച്ചു എന്ന് പറയും. BJP-യിലേക്കല്ല വിളിച്ചത്. ഗോമതി ഒരു കാര്യം ചെയ്യുന്നത്, നിങ്ങളുടെ സമരത്തിൽ വന്നതല്ലേ, നല്ല നേതാവാണ് VS-നെ പോയി കാണണം, സുഖമില്ലാണ്ട് കിടപ്പിലാണ് അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് PA-നെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ആരെയും കാണാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഗോമതി ചേച്ചി കുറച്ച് വെയിറ്റ് ചെയ്യും, ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ പറഞ്ഞില്ല. ഇന്ന് വാർത്ത കേട്ടിട്ട് ഭയങ്കര സങ്കടമാണ്. ടാറ്റ കമ്പനിക്ക് എതിരായിട്ട് ഇദ്ദേഹം സമരം ചെയ്തിട്ടുണ്ട്. JCB കൊണ്ടുപോയിട്ട് അവിടെ കയ്യേറിയ സ്ഥലങ്ങൾ പൊളിക്കാൻ പോയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തിനെ മാറ്റി നിർത്തത്. ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നേതാവാണ്, എനിക്കിഷ്ടപ്പെട്ട നേതാവാണ്. പഠിച്ചു വരുമ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഭയങ്കര സങ്കടമുണ്ട്.
സുപ്രീം കോടതിയുടെ നിരോധന ഉത്തരവ് നീക്കാൻ നടപടി സ്വീകരിക്കാതെ CHR പ്രദേശത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് പട്ടയം നൽകുമെന്ന റവന്യൂ മന്ത്രിയുടെ പ്രഖ്യാപനം ജനവഞ്ചനയാണെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. മേഖലയിലെ പട്ടയ വിതരണം കോടതി തടഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ അതിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പട്ടയ വിതരണത്തിന് നിലവിലുള്ള നിയമ തടസ്സങ്ങൾ ഒഴിവാക്കുകയാണ് മന്ത്രി ആദ്യം ചെയ്യേണ്ടതെന്നും ബിജോ മാണി കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏതു തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്കാണ് പട്ടയം അനുവദിക്കാവുന്നത്, അവരുടെ വിസ്തീർണ പരിധി എത്രയാകണം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത സർക്കാർ ഉണ്ടാക്കണം. ഇതിനുള്ള ശുപാർശകൾ 2022 കളക്ടർ റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല. ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലെയും പട്ടയ വിതരണത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ, ഉപ്പുതറ വില്ലേജുകളിലെ 3 ചെയിൻ മേഖലയിലും കല്ലാർകുട്ടി ഡാമിന്റെ പരിസരമുള്ള 10 ചെയിൻ മേഖലയിലുമാണ് പ്രശ്നം നിലനിൽക്കുന്നത്. 1974 തന്നെ വൈദ്യുതി ബോർഡ് ഈ ഭൂമികൾ ആവശ്യമില്ലെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് 1982 പട്ടയ നടപടികൾ തുടങ്ങിയിരുന്നു. 2017 ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിലും ഇതെല്ലാം വ്യക്തമാണ്. അതേസമയം ഇപ്പോഴത്തെ സർക്കാർ ഈ റിപ്പോർട്ടുകളെ അവഗണിച്ചിരിക്കുകയാണെന്നും ബിജോ മാണി ആരോപിച്ചു. കഴിഞ്ഞ 9 മാസമായി ഈ പട്ടയ നടപടി നിർത്തിവെച്ചിട്ട് ഇപ്പം CHR മേഖലയിലാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റി എന്ന് മുൻപ് തന്നെ ജില്ലാ കളക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. ഈ പട്ടയ വിതരണം ഉടനെ നടത്തും, അല്ലെങ്കിൽ 1 മാസത്തിൽ പട്ടയ വിതരണം നടത്തുമെന്ന് പറയുന്നതിന് മുൻപ് ആദ്യമേ തന്നെ ഈ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള നിയമപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയാണ് റവന്യൂ മന്ത്രി ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഈ വ്യാപാര ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുന്നതിന് വേണ്ടി ഏതളവിലുള്ള കെട്ടിടങ്ങൾക്കാണ് പട്ടയം നൽകാൻ കഴിയുക എന്നത് സംബന്ധിച്ച് ഗവൺമെൻറ് വ്യക്തത വരുത്തി ഉത്തരവിറക്കണമെന്ന് 2022 ജില്ലാ കളക്ടർ റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. അതായത് ഈ CHRലെ പട്ടയ വിതരണം തടയുന്നതിന് മുൻപ് ആണ് അത്തരമൊരു റിപ്പോർട്ട് ജില്ലാ കളക്ടർ നൽകിയത് 2022. ഇപ്പോൾ 2022 കഴിഞ്ഞപ്പോൾ 3 വർഷം കഴിഞ്ഞു, 2025 ആയി. 3 വർഷം കഴിഞ്ഞിട്ടും ഏതളവിലുള്ള കടമുറികൾക്കാണ് പട്ടയം നൽകാൻ കഴിയുക എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തി ഒരു ഉത്തരവിറക്കിയിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ CHR അല്ലെങ്കിൽ നമ്മുടെ കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പട്ടയം നൽകാൻ കഴിയുമായിരുന്നു. അപ്പം അതിനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെയാണ് നിലവിൽ ഈ കട്ടപ്പനയിൽ ഉൾപ്പെടെയുള്ള ടൗൺഷിപ്പുകൾക്ക് 1 മാസത്തിനുള്ളിൽ പട്ടയം നൽകുക എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയിലെ മറ്റ് ഇനി പരിഹരിക്കപ്പെടാനുള്ള പട്ടയ പ്രശ്നങ്ങൾ, ഒന്ന് കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ, ഉപ്പുതറ വില്ലേജുകളിലെ 3 ചെയിൻ മേഖലയിലെ പ്രശ്നങ്ങളാണ്. 2 കല്ലാകുട്ടി പ്രദേശത്തെ 10 ചെയിൻ മേഖലയിലെ പ്രശ്നം. ഇതോടൊപ്പം തന്നെ നമ്മുടെ തോപ്പരാങ്കുടി ഉൾപ്പെടെ പച്ചടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ലാൻഡ് രജിസ്റ്ററിൽ ഏലം കൃഷി എന്ന് തെറ്റായി രേഖപ്പെടുത്തിയതിൻ്റെ പേരിൽ പട്ടയം കിട്ടാത്ത ആളുകളുടെ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനുള്ള ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ലാൻഡ് രജിസ്റ്ററിൽ ഏലമെന്ന് രേഖപ്പെടുത്തിയതിന്റെ പേരിൽ പട്ടയം നിഷേധിക്കപ്പെട്ട മറ്റൊരു മേഖലയാണ് തോപ്രാങ്കുടിയും പച്ചടിയും. റീസർവേയുടെ പിഴവായിരിക്കാമെന്ന് സംശയിക്കുന്ന ഈ കേസിൽ 2016 ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും 2020 മാത്രം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. അതിനുശേഷവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തുടർ നടപടി ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടക്കുന്ന വെറും പ്രഖ്യാപനങ്ങളിലൂടെ മലയോര ജനതയെ വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും ബിജോ മാണി ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് എന്നിവർ പങ്കെടുത്തു. തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ PC ജോർജിനെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ പരാതിക്കാരൻ തൊടുപുഴയിലെത്തി പോലീസിന് മൊഴി നൽകി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ST അനീഷ് കാട്ടാക്കടയാണ് മൊഴി നൽകിയത്. PC ജോർജിനെതിരെ കേസെടുക്കാൻ തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിൽ സന്നദ്ധ സംഘടനയായ HRDS തൊടുപുഴയിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു PC ജോർജിന്റെ വർഗീയ പ്രസംഗം. ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ST അനീഷ് കാട്ടാക്കട മുഖ്യമന്ത്രിക്കും പോലീസിലും പരാതി നൽകിയെങ്കിലും കേസെടുത്തിരുന്നില്ല. പിന്നാലെ കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്നാണ് കേസ് പരിഗണിച്ച തൊടുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ ഉത്തരവിട്ടത്. PC ജോർജിനും HRDS ഇന്ത്യ സെക്രട്ടറി അജി കൃഷ്ണനുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ജോർജിനെ 1ാം പ്രതിയാക്കിയും അജി കൃഷ്ണനെ 2ാം പ്രതിയുമാക്കിയാണ് തൊടുപുഴ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയതിനൊപ്പം കൂടുതൽ തെളിവുകൾ ഹാജരാക്കിയതായും ST അനീഷ് പറഞ്ഞു. ഞാൻ ആദ്യം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ CM മുതൽ SHO വരെയുള്ള എല്ലാവർക്കും പരാതി കൊടുക്കുന്നുണ്ടായിരുന്നു. അതിലാരെങ്കിലും ഒരാൾ ഇത് കേസെടുക്കും. സാധാരണ നമ്മൾ പറയാതെ തന്നെ സ്വയമേ കേസെടുക്കേണ്ടതാണ് പോലീസ്. പക്ഷേ പോലീസ് പരാതി കൊടുത്തിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പം നിരന്തരം ഞാൻ ഇവിടുത്തെ SHOയുമായി ബന്ധപ്പെടുമായിരുന്നു, തൊടുപുഴ SHOയുമായി ബന്ധപ്പെടുമായിരുന്നു. എന്തായി അപ്പോൾ പുള്ളി അപ്പോഴൊക്കെ എന്നോട് പറഞ്ഞത് ലീഗൽ ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ടെന്നാണ്.
പക്ഷേ ഇതേ കേസ്, സമാനമായ കേസ് പാലാരിവട്ടത്ത് രജിസ്റ്റർ ചെയ്തിട്ടാണ് പുള്ളി ജാമ്യത്തിൽ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു ലീഗൽ ഒപ്പീനിയൻ്റെ കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം. HRDSൻ്റെ തന്നെ ഓഫീസിൽ നടന്ന ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിനകത്ത്, അതായത് പറഞ്ഞ ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പരിപാടിക്കകത്ത് പുള്ളി ഇതുപോലെ തന്നെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അന്ന് അതൊന്നും നമ്മൾ കാണാതെ പോയ സംഭവം. അപ്പം നിരന്തരമായി പുള്ളി ഇത് തന്നെയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മളൊരു മതേതരത്വമാണല്ലോ നമ്മുടെയൊക്കെ ഒരു ഐക്യം എന്ന് പറയും. ആ ഐക്യം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകാവുന്ന ഒരു അരക്ഷിതാവസ്ഥയെപ്പറ്റി ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും പുള്ളിക്കെതിരെ കേസെടുത്ത് മുമ്പോട്ട് പോവുക തന്നെ വേണം. ജോർജിന്റെ പരാമർശത്തിൽ കേസെടുക്കാമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇടുക്കിയിൽ വീണ്ടും വൻ മരം കൊള്ള. ശാന്തൻപാറയിൽ ഏലമലക്കാടുകളിൽ നിന്ന് നിരവധി മരങ്ങൾ പിഴുതുമാറ്റി. പ്രദേശത്ത് മഴവെള്ള സംഭരണത്തിന്റെ പേരിൽ വൻ കുഴികൾ നിർമ്മിച്ചിരിക്കുന്നത് മണ്ണിടിച്ചിൽ സാധ്യതയും ഉയർത്തുന്നുണ്ട്. ശാന്തൻപാറ പേത്തുട്ടിയിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന 42 ഹെക്ടർ ഭൂമിയിലാണ് അനധികൃത നിർമ്മാണം നടക്കുന്നത്. മതികെട്ടാൻചോല ദേശീയ ഉദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം ഏലമലക്കാടുകളിൽ ഉൾപ്പെടുന്ന മേഖലയാണ്. ഏലമലക്കാടുകളിൽ നിന്ന് മരങ്ങൾ മുറിക്കാൻ അനുമതിയില്ലെന്നിരിക്കെ 100 കണക്കിന് മരങ്ങൾ മുറിച്ചുമാറ്റിയും മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച മരക്കുറ്റികൾ പിഴുതുമാറ്റിയുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഏലം പുനർകൃഷിയുടെ മറവിലാണ് മരം കടത്തും വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നത്. പ്രദേശത്ത് വെള്ളം സംഭരിക്കാൻ വലിയ കുഴികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളം കെട്ടിനിന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്ന ആശങ്കയുമുണ്ട്. സംഭവത്തിൽ വനംവകുപ്പ് നടപടി ആരംഭിച്ചു. മരങ്ങൾ പിഴുതുമാറ്റാൻ ഉപയോഗിച്ച മണ്ണുമാന്തി യന്ത്രങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. സ്ഥലം ഉടമയെയും പാട്ടക്കരാറുകാരനെയും സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പേത്തുട്ടിയിലെ മറ്റൊരു മേഖലയിൽ നിന്നും മരങ്ങൾ മുറിച്ചു കടത്തിയിരുന്നു. മൂന്നാർ കുറ്റ്യാർവാലിയിലെ പട്ടയ പ്രശ്നങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ നടപടിയുമായി റവന്യൂ വകുപ്പ്. സെപ്റ്റംബറിൽ കുറ്റ്യാർവാലിയിൽ പട്ടയ നടപടികൾ പൂർത്തീകരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. കുറ്റ്യാർവാലിയിലെ സർവേ നടപടികൾ പൂർത്തിയായി വരികയാണ്. പട്ടയ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാർക്ക് 1 മാസക്കാലത്തേക്ക് വാഹനമടക്കം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഫെബ്രുവരി മാസത്തിൽ തീരുമാനമെടുത്ത് മാർച്ച് മാസത്തിൽ ക്യാമ്പ് ഓഫീസ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലൂടെ പ്രവർത്തനം ആരംഭിച്ച് സർവേ DDയും സൂപ്രണ്ടും ഒക്കെ നേതൃത്വം നൽകി സർവേ ജീവനക്കാരുടെ നേതൃത്വത്തിൽ അതിവേഗം ഈ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലായിട്ടുള്ളത്. 770 പേരാണ് 10 സെന്റ് ഭൂമി കൈവശക്കാരായി അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ എല്ലാം പ്ലോട്ട് തിരിച്ച് സർവേ നടപടികൾ പൂർത്തീകരിച്ച് ഭൂമി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ 5 സെന്റ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ളത് 2229 പേരാണ്. അതിൽ 1841 പേരുടെയും സർവേ നടപടികൾ പൂർത്തീകരിച്ച് 5 സെന്റിൻ്റെ പ്ലോട്ട് തിരിക്കുകയുണ്ടായി. ബാക്കി വരുന്ന പ്ലോട്ടുകൾ അതിവേഗം ഈ ദിവസങ്ങളിൽ നടത്തി പൂർത്തീകരിക്കണം എന്നുമാണ് ഇപ്പോൾ നമ്മൾ കരുതുകയും ചെയ്യുന്നത്. സർവേ നടപടികൾ പൂർത്തിയായപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 842 പുതിയ പട്ടയങ്ങൾ നമുക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അവിടെ ഉള്ളവരുടെ തന്നെ ഇപ്പോൾ സർവേ ചെയ്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. നേരത്തെ നമ്മൾ 500ഓളം പേർക്ക് രേഖകൾ നൽകിയിരുന്നു. ആ 500ഓളം പേരിൽ 350 പേർക്ക് മാത്രമേ വാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് സർവേ നടപടികളിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞത്. ചില മേഖലകളൊക്കെ ചെങ്കുത്തായ കയറ്റങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളാണ് എന്നുള്ളതുകൊണ്ട് 150ഓളം പേർക്ക് നമ്മുടെ കൊടുത്ത സ്ഥലങ്ങൾ തന്നെ വാസയോഗ്യമല്ല. അത്തരം ആളുകളുടെ വാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന വിധത്തിൽ ഉള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അവർക്കുള്ള സ്ഥലങ്ങൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായി കൊടുക്കാൻ കഴിയും എന്നാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഏതാണ്ട് ഈ സ്ഥലങ്ങളിൽ നേരത്തെ ഉണ്ടായിട്ടും സ്ഥലം മാറിപ്പോയ 480ഓളം വരുന്ന ആളുകൾ വീണ്ടും വരാനുള്ള അപേക്ഷകൾ തയ്യാറായി വരുന്നുണ്ട്. അവർക്ക് കൂടി ഉള്ള സ്ഥലങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സംവിധാനങ്ങൾ നമുക്ക് ഏർപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സർവേ അതിവേഗം നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. വട്ടവടയിലെ നീലക്കുറിഞ്ഞി ഉദ്യാന അതിർത്തി നിർണയം വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ റവന്യൂ വകുപ്പ്. നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട്
കൊട്ടക്കമ്പൂരിലും വട്ടവടയിലും സർവേ നടപടികൾ അടുത്തയാഴ്ച ആരംഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ഇടുക്കിയിലെ സ്പെഷ്യൽ LA ടീമിനെ ഉപയോഗിക്കാനുള്ള ഉത്തരവ് കളക്ടർ പുറത്തിറക്കും. ഡിജിറ്റൽ സർവേ ടീമിന് പ്രത്യേക ക്യാമ്പ് ഓഫീസും വാഹനവും നൽകും. സെറ്റിൽമെന്റ് നടപടികൾ നവംബർ മാസത്തോടുകൂടി പൂർത്തീകരിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഭൂമിയിൽ കേരളത്തിൽ ആദ്യമായി റവന്യൂ ഭൂമി ഫോറസ്റ്റിലേക്ക് സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു കേസാണ് നീലക്കുറിഞ്ഞിൽ ഉണ്ടായത്. 2020 പിന്നെ അവിടെ ഉണ്ടായിരുന്ന 2008 അവിടെ ഉണ്ടായിരുന്ന ക്ലെയിമുകൾ വെച്ചുകൊണ്ട് ആളുകൾ വെച്ചുകൊണ്ട് അവർക്ക് അവരുടെ ഭൂമി സെറ്റിൽ ചെയ്ത് കൊടുത്ത് ബാക്കി ഭൂമിയായിരിക്കും നമുക്ക് ഫോറസ്റ്റിന് വേണ്ടി കൈമാറുന്നതിൽ ഔപചാരികമായി തീരുമാനമെടുക്കുക. ദീർഘകാലമായിട്ടുള്ള പ്രശ്നമാണിപ്പോൾ അവിടെ നടന്നിട്ടുള്ളത്. അപ്പം അവിടെ 2 വില്ലേജുകളാണ് ഈ നീലക്കുറിഞ്ഞി പ്രദേശത്ത് ഉൾപ്പെടുന്നത്, വട്ടവടയും കൊട്ടക്കാമ്പൂരും. വട്ടവടയും കൊട്ടക്കാമ്പൂരും ഈ വരുന്ന ആഴ്ച കമ്മിങ് വീക്ക് നമ്മൾ സർവേ നടപടികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഇവിടെ എടുക്കുകയുണ്ടായി. അതനുസരിച്ച് ജില്ലാ DDയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ആഴ്ച തന്നെ ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ തയ്യാറാക്കി വരുന്ന ആഴ്ച വട്ടവടയിലും കൊട്ടക്കാമ്പൂരിലുമുള്ള സർവേ നടപടികൾ ഔപചാരികമായിട്ട് ആരംഭിക്കാൻ വേണ്ടി നിശ്ചയിച്ചു. ആദ്യം ഔട്ടർ ബൗണ്ടറി ഫിക്സ് ചെയ്തും അത് ചെയ്തു കഴിഞ്ഞ് തുടർ നടപടികളിലേക്ക് മുന്നോട്ട് പോകും. ഇവിടുത്തെ നീലക്കുറിഞ്ഞിയുമായി ബന്ധപ്പെട്ട സെറ്റിൽമെൻറ്റ് നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ഇടുക്കിയിലെ സ്പെഷ്യൽ LA ടീമിനെ ഇക്കാര്യങ്ങൾക്ക് കുറഞ്ഞ കാലത്തേക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രൊസീഡിങ്സ് ഈ ആഴ്ച തന്നെ കളക്ടർ പുറത്തിറക്കും. അതിലേക്ക് ആവശ്യമായിട്ടുള്ള തസ്തികകളിൽ ഇനിയും ജോയിൻ ചെയ്യാനുള്ള ആളുകളെ ലാൻഡ് റവന്യൂ കമ്മീഷണർ നിശ്ചയിക്കുകയും ചെയ്യും. ഡിജിറ്റൽ സർവേ ടീം അവിടെ സർവേ നടത്തുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ക്യാമ്പ് ഓഫീസും വാഹനവും ഉണ്ടാകും. അത് ഈ പട്ടയ സ്പെഷ്യൽ ടീമിന് കൂടി വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് അവസരമുണ്ടാകണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിട്ടുപോയ നമ്പറുകളിൽ ഉൾപ്പെട്ട ക്ലെയിമുകൾ സ്വീകരിക്കാൻ സബ് കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഔട്ടർ ബൗണ്ടറി ഫിക്സ് ചെയ്തതിന് ശേഷമായിരിക്കും ആ നടപടിക്രമങ്ങളിലേക്ക് പോവുക. തെറ്റായ ഫോമിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം ജില്ലാ തലത്തിൽ തന്നെ പരിഹരിക്കണം എന്ന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. പുണ്യപുരാതനമായ അയ്യപ്പൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കർക്കിടക ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭരണസമിതി കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പുലർച്ചെ 5:30 മുതൽ കർക്കിടക വാവുബലിയും പിതൃസായുജ്യ പൂജയ്ക്കും തുടക്കമാകും. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പഞ്ചമഹാക്ഷേത്രങ്ങളിലൊന്നാണ് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ക്ഷേത്രത്തിലെ കർക്കിടക വാവുബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. വ്യാഴാഴ്ച പുലർച്ചെ 5:30 മുതൽ കർക്കിടക വാവുബലിയും പിതൃസായുജ്യ പൂജയും തിലഹവനവും നടക്കും. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മുൻ വർഷത്തെ പോലെ തന്നെ ഈ വർഷം അവിടെ ബലിതർപ്പണത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു. മുൻ വർഷത്തെക്കാട്ടിലും ഈ പ്രാവശ്യം ഒരു പ്രത്യേകതയുള്ളത് നമ്മൾ ക്ഷേത്രം പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ ബലിതർപ്പണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിൽ ഈ പ്രാവശ്യത്തെ ബലിതർപ്പണത്തിന് നമ്മൾ കൂടുതൽ ജനങ്ങൾ വരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അതനുസരിച്ചുള്ള കരുതലുകൾ നമ്മളവിടെ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. മുൻ വർഷത്തെക്കാളും നമ്മൾ ഈ പ്രാവശ്യം പോലീസിൽ അതുപോലെ തന്നെ ഫയർഫോഴ്സ് അതുപോലെ ആംബുലൻസ് സംവിധാനങ്ങൾ എല്ലാം തന്നെ നമ്മളവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ വന്ന് ബലിയിടുന്നതിന് അവിടെ വെള്ളത്തിന്റെ മറ്റു ശല്യങ്ങളോ മറ്റു യാതൊരു തടസ്സങ്ങളോ ഈ പ്രാവശ്യം ഇല്ല. നമ്മൾ ക്ഷേത്ര കോമ്പൗണ്ട് വരെ എല്ലാ വാഹനങ്ങളും വരാനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ശേഷമുള്ള ആദ്യ ബലിതർപ്പണ ചടങ്ങാണ് നടക്കുക. പെരിയാറ്റിൽ ജലനിരപ്പ് കുറഞ്ഞു നിൽക്കുന്നതും ക്ഷേത്രത്തിന് ചുറ്റും വെള്ളമില്ലെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ക്ഷേത്രത്തിലേക്ക് വാഹനത്തിൽ വരാനുള്ള റോഡുകൾ ഭരണസമിതി സഞ്ചാരയോഗ്യമാക്കി കഴിഞ്ഞു. ബലിതർപ്പണത്തിന് ശേഷം പുലർച്ചെ മുതൽ ഔഷധക്കഞ്ഞി സേവയ്ക്കും ക്ഷേത്രം ഭരണസമിതി ഒരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഷാജി KR, സെക്രട്ടറി ജയൻ, മണികണ്ഠൻ, സജി കളത്തിൽ, ചന്ദ്രൻ തുരുത്തിക്കാട് എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന ഇടുക്കിക്കവല ബൈപ്പാസ് റോഡിന് സമീപം പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് കെട്ടി നിർത്തിയിരിക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ് മാറ്റിസ്ഥാപിക്കാൻ നടപടിയില്ലെന്ന് പരാതി. പലതവണ പ്രദേശവാസികൾ KCBയെ വിവരമറിയിച്ചിട്ടും അനുകൂല നടപടി ഉണ്ടായിട്ടില്ല. കട്ടപ്പന ഇടുക്കിക്കവല ബൈപ്പാസ് റോഡിൽ നിന്നും ടൗൺഹാൾ ഭാഗത്തേക്ക് പോകുന്ന റോഡിന് വശത്താണ് മാസങ്ങളായി അപകട ഭീഷണി ഉയർത്തി വൈദ്യുതി പോസ്റ്റ് നിൽക്കുന്നത്. 1 വർഷമായി സമീപത്തെ മരത്തിൽ പോസ്റ്റ് കെട്ടി നിർത്തിയിരിക്കുകയാണ്. സ്റ്റേ അവിടെ നഷ്ടപ്പെട്ടിട്ട് 1 വർഷത്തിന് മുകളിലായി. പല പ്രാവശ്യം വിളിച്ച് പറഞ്ഞു വർക്ക് ചെയ്തില്ല. ഇപ്പം ഈ പോസ്റ്റ് ഇങ്ങനെ കുറച്ച് ചാഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നാട്ടുകാരൊക്കെ കൂടി പ്ലാസ്റ്റിക് വയറിട്ട് കെട്ടി വെച്ച് നിർത്തിയിരിക്കുക. പരാതിയും കൊടുത്തിട്ടുണ്ടോ KCB? ഇതുവരെയായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇതിൻ്റെ പരിസരത്ത് ഇഷ്ടംപോലെ പോസ്റ്റുകൾ കിടപ്പുണ്ട്. ഒരു പോസ്റ്റ് എടുത്ത് മാറാനുള്ള മാനസികാവസ്ഥ പോലും ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കില്ല.
ഫോട്ടോ സഹിതം നൽകിയ ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ ചേർന്ന് പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് പോസ്റ്റ് കെട്ടിനിർത്തി. 100 കണക്കിന് ആളുകൾ കടന്നുപോകുന്ന പാതയിലാണ് അപകട ഭീഷണി ഉയർത്തി വൈദ്യുതി പോസ്റ്റ് നിൽക്കുന്നത്. ഇടുക്കി ജില്ലാ ഹെഡ് ലോഡ് ജനറൽ മസ്തൂർ സംഘം BMS കട്ടപ്പന മേഖല കുടുംബസംഗമം നടന്നു. BMS സംസ്ഥാന സെക്രട്ടറി KV മധുകുമാർ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. BMSന്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി BMS കട്ടപ്പന യൂണിറ്റിന്റെ കുടുംബസംഗമം സംഘടിപ്പിച്ചത്. കുടുംബസംഗമത്തിന്റെ ഭാഗമായി കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ബാബുരാജ് ശർമ്മ ക്ലാസ് നയിച്ചു. തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും നടന്നു. KR പ്രസാദ് അധ്യക്ഷനായിരുന്നു. BMS സംസ്ഥാന സെക്രട്ടറി KV മധുകുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ മറ്റ് സംഘടനകൾ പോലെയല്ല. നമ്മൾ പ്രവർത്തിക്കുന്നത് അധികാരത്തിന് വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വ്യവസ്ഥാ പരിവർത്തനമാണ്. ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങളുടെയൊക്കെ മൂല കാരണം ആ വ്യവസ്ഥാ പരിവർത്തനത്തിലൂടെ മാറ്റം വരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ പ്രവർത്തന ശൈലിയും ഒക്കെ. ഇപ്പൊ സംഘത്തിന്റെ 100ാം വർഷം ആഘോഷിക്കുമ്പോൾ സംഘം മുന്നോട്ട് വയ്ക്കുന്നതും മറ്റ് സംഘടനകൾ നിന്ന് വ്യത്യസ്തമായി ചില ആശയങ്ങളാണ്. പഞ്ചപരിവർത്തനം എന്നാണ് അതിന് ആകെ പറയുന്നത്. മേഖലാ സെക്രട്ടറി PP ഷാജി, ജില്ലാ സമിതി അംഗം B ഭുവനചന്ദ്രൻ, BMS ജില്ലാ സെക്രട്ടറി KC സിനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പുതറ ടൗണിൽ ഓട ശുചീകരണത്തിന്റെ ഭാഗമായി റോഡിലേക്ക് തള്ളിയിട്ട മണ്ണ് യാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നു. മണ്ണ് റോഡിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. 2 മാസം മുൻപാണ് ഉപ്പുതറയിൽ ഓട ശുചീകരിക്കുന്നതിന്റെ ഭാഗമായി PWD മണ്ണും ചെളിയുമടക്കം റോഡിലേക്ക് തള്ളിയത്. ഉപ്പുതറ പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്കും വളകോട് ഭാഗത്തേക്കും തിരിയുന്ന ജംഗ്ഷനിലാണ് മണ്ണ് നിക്ഷേപിച്ചത്. ഇത് കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. ഈ ഓട ക്ലീൻ ചെയ്യുവാനെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപ്പുതറ ടൗണിന്റെ ഹൃദയഭാഗമായ ഈ വളവിൽ ഇടതുവശത്തും വലതുവശത്തുമായി കുഴിയെടുത്തിരിക്കുന്നത്. ഏത് സമയവും വലിയ അപകടങ്ങൾ നടക്കുന്ന പ്രദേശമാണ് ഈ വളവ്. ഈ അപകടം നടക്കുന്നത് മൂലം വാഹനങ്ങൾ പോലും അവിടെ വന്ന് നിർത്തിയിട്ടിട്ട് കടകളിൽ സാധനം ഒഴിക്കാൻ പോകുവാൻ ഭയപ്പെടുന്ന സാഹചര്യത്തിൽ അതിന് ഇരുവശവുമായി വലിയ ഗർത്തത്തിലുള്ള കുഴികൾ എടുത്തു വെച്ചിട്ട് ഉദ്യോഗസ്ഥന്മാർ തിരിഞ്ഞു നോക്കാതെ അതിൻ്റെ പണി പൂർത്തിയാക്കാതിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം ഇതിന് പേരിൽ BJPക്കുണ്ട്. തന്നെയുമല്ല സ്കൂളിൽ പോകുന്ന കുട്ടികളെല്ലാം കാൽനടയായി പോകുന്ന പ്രദേശവും കൂടിയാണ്. വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ സൈഡിൽ കൂടെ പോകേണ്ട കുട്ടികൾക്ക് സൈഡിൽ കൂടെ പോകാൻ പറ്റാതെ വരികയും കുട്ടികൾ കൂട്ടമായി നിൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ വാഹന അപകടങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓടയുടെ ഇരുഭാഗത്തും മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ടിയെടുത്ത കുഴികൾ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഭീഷണിയായിട്ടുണ്ട്. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ മണ്ണ് നീക്കം ചെയ്ത ഇവിടുത്തെ അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ദേവികുളം RD ഓഫീസിന് മന്ത്രി K രാജൻ ISO സർട്ടിഫിക്കറ്റ് കൈമാറി. ജില്ലയിൽ റവന്യൂ വകുപ്പിൽ ആദ്യമായി ISO സർട്ടിഫിക്കറ്റ് നേടിയ ഓഫീസായി ദേവികുളം RD ഓഫീസ് മാറി. ദേവികുളം RD ഓഫീസിൽ വെച്ചായിരുന്നു ചടങ്ങ് നടന്നത്. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ദേവികുളം RD ഓഫീസിലെത്തി ISO സർട്ടിഫിക്കറ്റ് കൈമാറി. സബ് കളക്ടർ VM ജയകൃഷ്ണൻ മന്ത്രിയിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. ഓഫീസിലെ ജീവനക്കാരെ മന്ത്രി അഭിനന്ദിച്ചു. സബ് കളക്ടർ VM ജയകൃഷ്ണന്റെയും മറ്റ് ജീവനക്കാരുടെയും മികച്ച പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് മന്ത്രി പറഞ്ഞു. നമുക്ക് വളരെ സന്തോഷകരമായ കാര്യം മൂന്നാറിലെ ഈ സബ് കളക്ടർ ഓഫീസ് ഇടുക്കി ജില്ലയിൽ ISI അംഗീകാരം കിട്ടിയ ആദ്യത്തെ റവന്യൂ ഓഫീസായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ISO സർട്ടിഫിക്കേഷൻ കിട്ടിയ ആദ്യത്തെ റവന്യൂ ഓഫീസായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സബ് കളക്ടറെയും സബ് കളക്ടർ ടീമിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കേരളത്തിൽ തന്നെ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച അപൂർവമായിട്ടുള്ള ഓഫീസുകളിൽ ഒന്നാണ് മൂന്നാറിലെ സബ് കളക്ടർ ഓഫീസ്. എനിക്ക് തോന്നുന്നു ഒരു സബ് കളക്ടർ ഓഫീസിന് കേരളത്തിൽ തന്നെ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭ്യമാകുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ ടീമിനെ
പ്രത്യേകമായി ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയും ചെയ്തത്. ജില്ലയിൽ റവന്യൂ വകുപ്പിൽ ആദ്യമായി ISO സർട്ടിഫിക്കറ്റ് നേടിയ ഓഫീസായി ദേവികുളം RD ഓഫീസ് മാറി. കാമാക്ഷി അന്നപൂർണേശ്വരി ദേവീക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കുടുംബൈശ്വര്യ പൂജയും സന്ധ്യാരാമവും നടത്തി. പാറക്കടവ് അന്നപൂർണേശ്വരി ദേവീക്ഷേത്ര മേൽശാന്തി പ്രതീഷ് ശാന്തികൾ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശിവഗിരി മഠം ഗുരുപ്രകാശ് സ്വാമികൾ രാമായണ മാസാചരണ പ്രഭാഷണം നടത്തി. കാമാക്ഷി അന്നപൂർണ ദേവീക്ഷേത്രത്തിന്റെ ഇടിഞ്ഞമലയിലുള്ള 4 കുടുംബയോഗങ്ങൾ ചേർന്നാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ഇടിഞ്ഞമല ചാലിൽ വസതിയിൽ വെച്ച് നടത്തിയ ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി പ്രതീഷ് ശാന്തികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശ്രീഹരിമഠം ഗുരുപ്രകാശ് സ്വാമികൾ രാമായണ മാസ പ്രഭാഷണം നടത്തി. നാം നമ്മിലേക്ക് ഒതുങ്ങിയാൽ നമുക്ക് കൂട്ട് നമുക്കുള്ള പ്രശ്നങ്ങൾ മാത്രമായിരിക്കും. മറിച്ച് നമ്മളൊരു സമുദായ ജീവിയാകുമ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളാവില്ല. അങ്ങനല്ല, ആ സഹവർത്തിത്വത്തിലൂടെ സമാശ്വാസമല്ലേ ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് ഭഗവാൻ നമ്മളെ മാടി വിളിക്കുകയാണ്. എങ്ങനെയാണെന്നറിയുമോ? നിങ്ങൾ എൻ്റെ കഥ കേൾക്കൂ, നിങ്ങൾ എൻ്റെ കഥ കേൾക്കൂ. കഥയന്തശ്ചമാം നിത്യം എന്നും കേട്ടോ. SNDP ശാഖായോഗം പ്രസിഡന്റ് സോജു ശാന്തികൾ, സെക്രട്ടറി പ്രസാദ് കരിമുണ്ടയിൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിജു സോമരാജ്, ഷാബു പൊട്ടൻപ്ലാക്കൽ, സോമൻ അടപ്ലാക്കൽ, വനിതാ സംഘം പ്രസിഡന്റ് ഷീന ജയ്മോൻ, കമ്മിറ്റി അംഗങ്ങളായ മിനി സോമൻ, സുധാ ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ആനവിലാസം സെന്റ് ജോർജ് UP സ്കൂളിൽ വിസ്മയ കാഴ്ചയൊരുക്കി ചാന്ദ്രദിനാഘോഷം നടന്നു. കുട്ടികൾക്കായി ആസ്ട്രോനോട്ടിനെ പരിചയപ്പെടുത്തിയത് പുതുമ നിറഞ്ഞ അനുഭവമായി. ആനവിലാസം സെന്റ് ജോർജ് UP സ്കൂളിൽ ചാന്ദ്രദിനം വിപുലമായ പരിപാടികളോടെയാണ് ചന്ദ്രനിലേക്ക് ചന്ദ്രനിലേക്ക് പറന്നുയർന്ന റോക്കറ്റ് കുട്ടികൾക്ക് മനോഹരമായ കാഴ്ചയൊരുക്കി. കുട്ടികൾക്കായി ആസ്ട്രോനോട്ടിനെ പരിചയപ്പെടുത്തിയത് പുതുമ നിറഞ്ഞ അനുഭവമായി മാറി. വർക്കിംഗ് മോഡലുകളിലും സ്റ്റിൽ മോഡലുകളിലുമായി 100ഓളം കുട്ടികളാണ് പരിപാടിയിൽ അണിനിരുന്നത്. ഇത് ചാന്ദ്രദിനത്തിന് മിഴിവേകി. ആനവിലാസം സെന്റ് ജോർജ് UP സ്കൂളിലെ ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളിൽ ശാസ്ത്രാഭിരുചി വളർത്താനുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. അതിൻ്റെ ഭാഗമായി ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ റോക്കറ്റ് വിക്ഷേപണം നടത്തി. കുട്ടികളിൽ വളരെ കൗതുകം ജനിപ്പിച്ച ഈ റോക്കറ്റ് വിക്ഷേപണ രംഗം സ്കൂളിലെ ശാസ്ത്രാധ്യാപകനായ അരുൺ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ശാസ്ത്ര ക്ലബിൻ്റെ കുട്ടികളാണ് നടത്തിയത്. നൂറുകണക്കിന് കുട്ടികളുടെ നിശ്ചല മോഡലുകൾ, വർക്കിംഗ് മോഡലുകൾ ഈ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. രക്ഷിതാക്കളും മാനേജ്മെൻറ്റും കുട്ടികളും അധ്യാപകരും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ ചുക്കാൻ പിടിക്കുന്നത്. നാളുകളിൽ കൂടുതൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിപ്പിക്കുന്ന ലഘു പരീക്ഷണങ്ങളും മറ്റനുബന്ധ പ്രവർത്തനങ്ങളും നടത്തുവാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ ഏർപ്പെടുക. സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു ജേക്കബ്, അധ്യാപകരായ അരുൺ ദേവസ്യ, സരുൺ സാബു, ലിജി സൂര്യൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാഞ്ചിയാർ ലബകട JPM BEd കോളേജിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. നവതരംഗ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഇടവക വികാരി മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ് ഉദ്ഘാടനം ചെയ്തു. നവതരംഗ് എന്ന പേരിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഇടവക വികാരി മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ പ്രതീക്ഷകളും സഫലമാക്കുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള നല്ല ഒരു സാഹചര്യം ഈ JPM കോളേജിലുണ്ട് എന്നുള്ളതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. കാരണം കഴിഞ്ഞ 17 വർഷം കൊണ്ട് 1500-ലധികം അധ്യാപകരെ വാർത്തെടുക്കാൻ, ഉന്നത നിലവാരത്തിലുള്ള അധ്യാപകരെ പ്രത്യേകിച്ചും നമ്മളുടെ ഈ ഇടുക്കി ജില്ലയിലെ വിവിധ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് പല അധ്യാപകരെയും നേരിട്ട് പരിചയമുള്ള വ്യക്തി എന്ന നിലയിൽ ഈ സ്ഥാപനത്തെ, ഇതിൻ്റെ മാനേജ്മെന്റിനെ പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി.
നാളുകളുടെ പ്രതീക്ഷയെന്ന ആശയത്തോടെ ദീപങ്ങൾ കൈമാറിയാണ് വിദ്യാർത്ഥികളെ സ്വീകരിച്ചത്. കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത അധ്യക്ഷനായിരുന്നു. MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ സെനോ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. ബി.എഡ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോണി എസ് റോബർട്ട്, ബെർസാർ ഫാദർ ചാൾസ് തോപ്പിൽ, അസിസ്റ്റന്റ് പ്രൊഫസർ ലാലു PD തുടങ്ങിയവർ സംസാരിച്ചു. ഉറ്റവർ ഉപേക്ഷിച്ച വയോധികർക്ക് സ്നേഹം വിളമ്പി രാജകുമാരി ഹോളി ക്യൂൻസിലെ കുരുന്നുകൾ. സ്കൂളിൽ നടത്തിവരുന്ന സ്നേഹപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി കുരുവിള സിറ്റി ഗുഡ് സമരിറ്റൻ ആശ്രമത്തിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകി. പ്രായമായ വയോധികർക്കൊപ്പം ഒരു ദിവസം ചെലവഴിച്ചാണ് കുട്ടികൾ മടങ്ങിയത്. കുരുവിള സിറ്റി ഗുഡ് സമരിറ്റൻ ആശ്രമത്തിലെ അമ്മമാരും അച്ഛന്മാരും വലിയ സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം. സ്നേഹം പങ്കിടാൻ കുട്ടിപ്പട്ടാളം തന്നെയാണ് ആശ്രമത്തിലെത്തിയത്. സ്കൂളിൽ നടപ്പിലാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ വിവിധ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കുട്ടികൾക്ക് മൂല്യബോധം പകർന്നു കൊടുക്കുക, ഇന്ന് ഈ നാട്ടിൽ നിന്നും അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഈ മൂല്യബോധത്തെ ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുക. ഇവിടെ ഞങ്ങൾ കുട്ടികളിൽ നിന്ന് ശേഖരിച്ച സാധനങ്ങൾ, ഒത്തിരിയേറെ സാധനങ്ങളുണ്ട്. അതൊക്കെയായിട്ട് വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ മുഖം, യഥാർത്ഥ ദൈവത്തിൻ്റെ മുഖം കുട്ടികളെ കാണിച്ചു കൊടുക്കുക എന്നതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആശ്രമത്തിലെത്തിയ കുട്ടികൾ ഭക്ഷ്യവസ്തുക്കൾ കൈമാറിയതിനൊപ്പം വയോധികരെ പരിചരിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. സ്നേഹപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് കുട്ടികളുടെ നേതൃത്വത്തിൽ സ്കൂളിൽ നടപ്പിലാക്കുന്നത്. നിർധനരായ വിദ്യാർത്ഥികൾക്കായി ബാഗും നോട്ട് ബുക്കുകളും ശേഖരിക്കുകയും അനാഥാലയത്തിലേക്ക് കിറ്റുകളും എത്തിച്ചു നൽകുകയും ചെയ്തു. രാജാക്കാട് റോട്ടറി ക്ലബിനോട് സഹകരിച്ച് വീൽചെയർ വിതരണം നടത്തി. ഒരു കുടുംബത്തെ ദത്തെടുത്തിട്ടുമുണ്ട്. രോഗികൾക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ, ഡയാലിസിസ് കിറ്റ് വിതരണം തുടങ്ങി മറ്റു നിരവധി പദ്ധതികളും നടപ്പിലാക്കി. ഞങ്ങൾ ഒത്തിരിയേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ 6ാം ഘട്ടമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളിവിടെ ഒരുപാട് അപ്പച്ചന്മാരെയും അമ്മച്ചന്മാരെയും ഒക്കെ കണ്ടു. ഇവിടെയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് പറയും. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. കുറേ സാധനങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് ശേഖരിച്ച് ഇവിടെ കൊണ്ട് കൊടുത്തു. ഈ വർഷത്തെ 6ാം ഘട്ട പദ്ധതിയായാണ് ആശ്രമത്തിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കട്ടപ്പന പുളിയന്മല ശിവലിംഗ പളിയക്കുടിയിൽ വിരുന്നെത്തിയ അതിഥി ഇപ്പോൾ നാട്ടുകാർക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ്. വനമേഖലയിൽ നിന്നെത്തിയ കരിങ്കുരങ്ങാണ് കുടിയിലെ താമസക്കാരെ വട്ടം ചുറ്റിക്കുന്നത്. മൂന്ന് പേരെ കരിങ്കുരങ്ങ് മാന്തി പരിക്കേൽപ്പിച്ചു. കുടിയിലെ താമസക്കാരായ മണിമാല, വിദ്യാർത്ഥികളായ കാർത്തിക, ആദിത്യൻ എന്നിവർക്കാണ് കുരങ്ങിന്റെ നഖം കൊണ്ടുള്ള ആക്രമണത്തിൽ മുറിവേറ്റത്. ഇവർ ചികിത്സ തേടുകയും പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയരാകുകയും ചെയ്തു. 1.5 മാസം മുമ്പാണ് 3 കരിങ്കുരങ്ങുകൾ വനത്തിൽ നിന്ന് ശിവലിംഗ പളിയക്കുടിയിലെത്തിയതെന്ന് പ്രദേശവാസികൾ പറയുന്നു. പോകുമ്പോൾ വന്ന് കഞ്ചി കറി വയ്ക്കുമ്പോൾ അവർ വന്ന് ഇഴുത്തത് പിടിച്ചത് പിടിക്കുമ്പോൾ പിടിച്ച് മുന്നേ ചാടുന്നത് വന്ന് വാന്ന് പിടിച്ചിട്ടത്. 2 എണ്ണം തിരികെ വനത്തിലേക്ക് മടങ്ങി. ആൺ കരിങ്കുരങ്ങാണ് കുടിയിലെ മരങ്ങളിലും വീടുകളുടെയും അങ്കണവാടി കെട്ടിടത്തിന്റെയും പരിസരങ്ങളിലായി ചുറ്റിക്കറങ്ങുന്നത്. ആദ്യ ദിനങ്ങളിൽ ആളുകളോട് ചങ്ങാത്തം കൂടിയതോടെ പഴങ്ങളും മറ്റു ഭക്ഷണ സാധനങ്ങളും നൽകി. പിന്നീട് ഭക്ഷണം കിട്ടാതെ വന്നതോടെ ആളുകളെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഏലത്തോട്ടത്തിലെ തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകളെടുത്ത മരങ്ങളുടെ പൊത്തിലൊളിപ്പിച്ച സംഭവങ്ങളുമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഈ തോട്ടം മേഖലയിൽ ചരം നല്ല കണ്ടിക്ക് എടുക്കുക, അത് കൊണ്ടുപോയി മേളിൽ ഭക്ഷണത്തിൻ്റെ പകരം ഇതിന് ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചരം കണ്ടിച്ച് കൊണ്ടുപോയി മരത്തിൻ്റെ അവിടെ ഇടയ്ക്ക് വന്ന് കഴിക്കുമായിരുന്നു. പിന്നീട് പണിക്ക് പോകുന്ന പെണ്ണുങ്ങളെ ഉപദ്രവിക്കുകയും ഈ നൈറ്റ് എന്ന് പറഞ്ഞ സാധനം വലിക്കുന്നു, പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് ഇടുമ്പോൾ അത് കൊണ്ടുപോകുന്നു. പിന്നെ മൊബൈൽ ഫോൺ അങ്ങനെ സാധനമൊക്കെ കൊണ്ടുപോയി മരത്തിൽ കൊണ്ടുപോയി ഞങ്ങൾ കമ്പൊക്കെ എറിഞ്ഞിട്ടാണ് താഴെ വീഴ്ത്തിയത്. അപ്പം അന്നേരം അതൊക്കെ ചെറിയ ചെറിയ ശല്യമായിരുന്നു, അങ്ങനെ വിട്ടു.
ഇതിൻ്റെ വിശപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര ഒരു കഠിനമാണ്. പിന്നെ ഇതിനകത്ത് ഇത് തീർച്ചയായിട്ടും കൊണ്ടുപോകണം. ഇവിടുത്തെ നാട്ടിലെ ശല്യവും ആൾക്കാരെ ഉപദ്രവിക്കുകയും അംഗൻവാടി പിള്ളേരെ വരാൻ പറ്റാത്ത സിറ്റുവേഷനും ഈ തോട്ടമേലയിൽ നിന്ന് ചരം കണ്ടിക്കുകയും പിന്നെ അമ്മമാരെ ഉപദ്രവിക്കുകയും ഈ സ്ത്രീകളെ കാണുമ്പോൾ, അതായത് പുരുഷന്മാർ പോലെ അത്രയും ശല്യമില്ല, സ്ത്രീകളെ കാണുമ്പോൾ മാത്രമാണ് ഈ തലമുടി വലിക്കുന്നതും അവരുടെ നൈറ്റി പിടിക്കുകയും അങ്ങനെയൊക്കെ ഭയങ്കര ശല്യവും. പിന്നെ കൊച്ചുപിള്ളേർ, ഏറ്റവും കൂടുതൽ കൊച്ചുപിള്ളേർ. സ്ത്രീകൾക്ക് നേരെയാണ് കൂടുതലായി പാഞ്ഞെടുക്കുന്നത്. നടന്നു പോകുമ്പോൾ പിന്നാലെ വന്ന് മുടിയിൽ പിടിച്ചു വലിക്കുകയും വീട്ടുമുറ്റത്ത് ഉണങ്ങാനിടുന്ന വസ്ത്രങ്ങൾ കൈക്കലാക്കുകയും ചെയ്യും. കുടിയിലെ അങ്കണവാടിയിലെ കുട്ടികൾക്ക് നേരെയും കരിങ്കുരങ്ങ് പാഞ്ഞെടുത്തു. കെട്ടിടത്തിലെ ജനാലയിൽ ഇരിപ്പുറപ്പിച്ച് ശബ്ദമുണ്ടാക്കി കുട്ടികളെ പേടിപ്പിക്കുകയും ചെയ്യും. ഒടുവിൽ പൊറുതിമുട്ടിയതോടെ നാട്ടുകാർ വനംവകുപ്പിനെ വിവരമറിയിച്ചു. ഇവർ സ്ഥലത്തെത്തി കൂട് സ്ഥാപിച്ച് ദിവസങ്ങളോളം നിരീക്ഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇപ്പോൾ മയക്കുവെടി വെച്ച കരിങ്കുരങ്ങിനെ പിടികൂടാനാണ് തീരുമാനം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. GRK Spices, KCB Junction, കട്ടപ്പന, നിജാബ് സ്പൈസസ്, മാർക്കറ്റ് റോഡ്, കട്ടപ്പന, ആൻഡ് പുത്തൻമുരിക്കൽ സ്പൈസസ്, KCB Junction, കട്ടപ്പന. ദ കാർഡമം പ്ലാന്റേഴ്സ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏലക്കാലേല വിവരം. ആകെ ലോട്ട് 219. വിൽപ്പനയ്ക്ക് വന്നത് 46,765. വിൽപ്പന നടന്നത് 45,438. കൂടിയ വില 3,123. ശരാശരി വില 2,614. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ. ഏലം കൂടിയ വില 2,600. ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 380. ഗ്രാമ്പു 750. കൊക്കോ 90. റബ്ബർ 185. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,180 രൂപ. വെള്ളി 126. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. GRK Spices, KCB Junction, കട്ടപ്പന, നിജാബ് സ്പൈസസ്, മാർക്കറ്റ് റോഡ്, കട്ടപ്പന, ആൻഡ് പുത്തൻമുരിക്കൽ സ്പൈസസ്, KCB Junction, കട്ടപ്പന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രീയ കേരളത്തിന്റെ സമരസ്മരണകളിലെ കെടാത്ത നക്ഷത്രം VS അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. അന്ത്യം തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. VSനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് 3 ദിവസത്തെ ദുഃഖാചരണത്തിനൊപ്പം ചൊവ്വാഴ്ച പൊതു അവധിയും പ്രഖ്യാപിച്ചു. സുപ്രീം കോടതിയുടെ നിരോധന ഉത്തരവ് നീക്കാൻ നടപടി സ്വീകരിക്കാതെ CHR പ്രദേശത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് പട്ടയം നൽകുമെന്ന റവന്യൂ മന്ത്രിയുടെ പ്രഖ്യാപനം ജനവഞ്ചനയെന്ന DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. മേഖലയിലെ പട്ടയ വിതരണം കോടതി തടഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ അതിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. പട്ടയ വിതരണത്തിന് നിലവിലുള്ള നിയമ തടസ്സങ്ങൾ ഒഴിവാക്കുകയാണ് മന്ത്രി ആദ്യം ചെയ്യേണ്ടതെന്നും ബിജോ മാണി. തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ PC ജോർജിനെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ പരാതിക്കാരൻ തൊടുപുഴയിലെത്തി പോലീസിന് മൊഴി നൽകി. മൊഴി നൽകിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ST അനീഷ് കാട്ടാക്കട. PC ജോർജിനെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത് തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ഇടുക്കിയിൽ വീണ്ടും വൻ മരം കൊള്ള. ശാന്തൻപാറയിൽ ഏലമലക്കാടുകളിൽ നിന്ന് നിരവധി മരങ്ങൾ പിഴുതുമാറ്റി. പ്രദേശത്ത് മഴവെള്ള സംഭരണത്തിന്റെ പേരിൽ വൻ കുഴികൾ നിർമ്മിച്ചിരിക്കുന്നത് മണ്ണിടിച്ചിൽ സാധ്യതയും ഉയർത്തുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.
നമസ്കാരം.